വ്യക്തിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ലാ യഖ്റുജു അഹദുകും മിനദ് ദുനിയാ, നിങ്ങളിൽ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കും കേട്ടോ. നല്ല മരണമാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്കാണ് അവന്റെ യാത്രയെങ്കിൽ അവൻ സന്തോഷത്തോടുകൂടി കണ്ണീരണിഞ്ഞുകൊണ്ട് അവൻ ഇതാ സ്വർഗമേ ഖബറേ നിന്നെ ഞാൻ മാടി വിളിക്കുകയാ, ഖബറേ നിന്നെ ഞാൻ മാടി വിളിക്കുകയാണ്. പെട്ടെന്ന് അവൻ വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ. ആ ഖബറിനെ അവൻ കാണുകയാണ്. ഖബറും ഈ മനുഷ്യനുമായി ഒരു കണക്റ്റ് ആണ്, ഖബറും ഈ മനുഷ്യനുമായി ഒരു ലിങ്ക. ഈ ഖബറിലേക്ക് നോക്കുമ്പോ ആ ഖബർ ഇവനെ വിളിച്ചു പറയുകയാണ്, അഹിലം വസഹില അഹിലം വസഹില, കടന്നു വരണേ, നിനക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്, എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്, നിനക്ക് വേണ്ട എല്ലാ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്, കടന്നു വരണേ എന്ന് ആ ഖബർ ഈ മയ്യത്തിനെ നോക്കി മാടി വിളിക്കുമ്പോ ഈ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി, ഒന്ന് വേഗത്തിൽ ഒന്ന് കൊണ്ടുപോകണേ, ഒന്ന് വേഗത്തിൽ ഒന്ന് കൊണ്ടുപോകണേ. മറിച്ച് ആ മനുഷ്യൻ അവിശ്വാസിയാണ്, നരകത്തിലേക്കാണ് അവന്റെ യാത്ര. നഊദു ബില്ലാഹ്, ഫൈൻ കാനത് ഗൈറ സാലിഹാ, സാലിഹല്ലാത്ത ഒരു മനുഷ്യനാണ് ആ മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അല്ലാഹുവിനെ അനുസരിക്കാതെ ദുനിയാവിൽ ജീവിച്ചു പോയവനാണ്, അവന്റെ അന്ത്യം വളരെ മോശമായിരിക്കും. അവനെ ഖബർ വിളിച്ചു പറയുകയാണ്, ലാ അഹില വലാ സഹില വലാ മർഹബാ, ഇങ്ങോട്ട് നീ വരണ്ട കേട്ടോ, ഇവിടെ നിനക്ക് പുഴുക്കളാണ്, പാമ്പുകളാണ്, ഇവിടെ നിനക്ക് വല്ലാത്ത ഹിംസ്രജീവികളെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് നീ എന്ത് സമ്മാനവുമായിട്ടാണ് കടന്നു വരിക? ഈ പാമ്പുകളെ നിനക്ക് വേണ്ടി ഈ ദുനിയാവിൽ ജീവിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ഈ ഖബറിലേക്ക് വരുന്ന നിന്നെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് പാമ്പുകളാണ് കേട്ടോ. ഇതവനെ കാണിച്ചു കൊടുക്കാതെ ഒരാളും മരിക്കൂല. അപ്പോഴവൻ പറയുന്ന വാക്കുണ്ട് കേട്ടോ,